ഹലോ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ITI ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ വളരെ കാത്തിരുന്ന ഒരു വിജ്ഞാപനം വന്നിരിക്കുകയാണ്. RRBയുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല വേക്കൻസീസ് ആണ് ഉള്ളത്. നിയർലി 10,000 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ വർഷത്തെ RRBയുടെ കലണ്ടറിലെ ആദ്യ എക്സാമാണ് RRB ALP. ഇപ്പോൾ നമുക്ക് എൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്കറിയാം 2024 RRB ALP ഗ്രൂപ്പ് ഡി JEE അതേപോലെ NTPC എക്സാംസ് ഒക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സ് ALPയും പിന്നെ JEEയും NTPC ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ALP എടുത്ത ഉദ്യോഗാർത്ഥികളും JEE എടുത്ത ഉദ്യോഗാർത്ഥികളുടെയൊക്കെ CBT 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് CBT 1 ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ CBT 2ൻ്റെ എക്സാംസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ CBT 1 ക്ലിയർ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏണസ് അക്കാഡമിയുടെ പേരിലും ഞങ്ങളുടെ ഫാക്കൽറ്റീസിൻ്റെ പേരിലും മുമ്പോട്ടുള്ള എക്സാംസിനും ഇതിൻ്റെ പ്രോസസ്സിനും വേണ്ടിയുള്ള എല്ലാ ഓൾ ദ ബെസ്റ്റും അറിയിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നൽകിയ ഡിഫറൻറ്റ് സ്ട്രീംസിലെ നമ്മുടെ ഫാക്കൽറ്റീസിനും മെൻഡറായിട്ടിരുന്ന മിൻഷ മിസ്സിനും ഏണസ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 9970 ആണ്. ഏജ് നോക്കുവാണെങ്കിൽ 18 to 30 years ആണ്. ക്വാളിഫിക്കേഷൻ SLCയോടൊപ്പം ITA അഥവാ ഡിപ്ലോമ അഥവാ ബിടെക് ഇൻ ഡിഫറൻറ്റ് സ്ട്രീംസിൽ പൂർത്തിയാക്കിയവർക്കാണ് അവസരം. ഇനി 3 സ്റ്റേജ് എക്സാംസ് തന്നെ നമുക്കുണ്ട്. CBT 1, CBT 2, അതിനുശേഷം വരുന്നതാണ് CBAT. ഇപ്പോഴും CBAT എല്ലാവരും ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമാണ്. CBT 1ഉം CBT 2ൻ്റെയും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടുള്ള സ്ലൈഡ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി ഫീസ് നോക്കുവാണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 500 ആണ്. റിസർവേഷൻ ഉള്ളവർക്ക് നിയർലി 250 rupees വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 12th April ഇന്നലെ ആയിരുന്നു. ഇനിയും ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് 11th May ആണ്. അതേപോലെ നമ്മൾ ഫീസ് എല്ലാം അപ്ലൈ ചെയ്ത് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 13th May ആണ്. പിന്നെ അവർ നമുക്ക് കറക്ഷൻ വിൻഡോസ് എന്തെങ്കിലും നമുക്ക് കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിൻഡോ ഓപ്പൺ ചെയ്ത് തരുന്നത് നിയർലി 9 days ആണ്. 14 to 23rd May ആണ്. ഇപ്പോൾ നമുക്ക് കുറേ അധികം സമയമുണ്ടെങ്കിലും നിങ്ങളുടെ വേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ റെഡിയാക്കിയിട്ട് എത്രയും വേഗം ഈ പ്രോസസ്സ് ഒരു എററും കൂടാതെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയും നമ്മുടെ വേക്കൻസീസ് നോക്കുവാണെങ്കിൽ ഡിഫറെൻറ്റ് സോൺസ് അഹമ്മദാബാദ്, അജ്മർ അങ്ങനെ തുടങ്ങി കൊൽക്കട്ട, പട്ന അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാം കൂടെ വരുന്നത് 9970 ആണ്. ഇപ്പോൾ പലർക്കും പല പ്രയോറിറ്റീസാണ്. ചിലവർക്ക് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സൗത്ത് സോണിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ മതിയാവും. ഇപ്പം നിങ്ങളുടെ പ്രയോറിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോൺ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സോണിൽ ട്രിവാൻഡ്രത്തിൽ കിട്ടിയിരിക്കുന്ന വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് 148 ആണ്. ചെന്നൈയിലാണെങ്കിൽ 362 ആണ്. ഇപ്പോൾ സദേൺ റീജിയനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. സെക്കൻഡറാബാദിൽ നല്ല വേക്കൻസീസ് ഉണ്ട്, 1500 വേക്കൻസീസ് ആണ്. സെക്കൻഡറാബാദിൽ നമുക്ക് 2 സോൺസ് ആണുള്ളത്. മുംബൈയിൽ വന്നിരിക്കുന്നത് 740 ആണ്. ഇപ്പോഴും ട്രിവാൻഡ്രത്ത് താരതമ്യേന വേക്കൻസീസ് കുറവാണെങ്കിൽ തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കുറച്ച് ഉള്ള സോൺസാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ചെന്നൈയും സെക്കൻഡറാബാദും ഒക്കെ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള സോൺ മെൻഷൻ ചെയ്ത് നിങ്ങളിത് അപ്ലൈ ചെയ്യുക. ഇനിയും നമ്മൾ ഏജ് റിലാക്സേഷൻസ് നോക്കുവാണെങ്കിൽ SC ST കാറ്റഗറിക്ക് 5 വർഷമാണ്, OBC കാറ്റഗറിക്ക് 3 years ആണ്. ഇനിയും ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കേരള PSC അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ RRBയിൽ തന്നെ വേറെ ഏത് പോസ്റ്റ് എടുത്താലും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ആ ജോബ് നേച്ചർ കൊണ്ട് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ALPയുടെ. A1 ലെവലിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മുടെ വിഷൻ ടെസ്റ്റ് എല്ലാ ലെവൽസും നമ്മൾ നല്ല രീതിയിൽ പാസ്സാകണം. ഇപ്പോഴും ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഡിമാൻഡ് ചെയ്യുന്നത് 6/6 ആണ്. ഇനിയും നിങ്ങൾക്ക് ഇപ്പം ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ 6/6 നേടിയവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ CBT 1ഉം CBT 2 എല്ലാം ക്രാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ വിഷൻ ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം വേണം നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കുറച്ച് അധികം ആളുകൾ കഴിഞ്ഞ എക്സാംസൊക്കെ അപ്പിയർ ചെയ്തവർ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രിപ്പറേഷൻ സമയത്ത് ഈ ഒരു കാര്യത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിഷൻ ടെസ്റ്റിലൊക്കെ ഫെയിൽ ആകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്, വയർമാൻ, വൈൻഡർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് തുടങ്ങിയ ട്രേഡുകൾ വെച്ചിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻ സ്ട്രീമുകളിൽ ബിടെക് പൂർത്തിയാക്കിയവർക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക്, റേഡിയോ ആൻഡ് TV ട്രേഡുകൾ ITI പൂർത്തിയാക്കിയവർക്ക് എലിജിബിലിറ്റി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ മെക്കാനിക്കലുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും കാണിച്ചിരിക്കുന്ന ട്രേഡുകൾ, മെക്കാനിക്കലാണെങ്കിൽ ഫിറ്റർ, മെക്കാനിക്ക് ഇങ്ങനെ തുടങ്ങിയ ITI ട്രേഡുകൾക്ക് ഇക്വലൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 സ്റ്റേജസ് ആണ്. ഇപ്പോൾ എക്സാംസ് നമുക്ക് 3 സ്റ്റേജസ് ആണുള്ളത്. CBT 1, CBT 2, പിന്നെ CBAT. അതിനുശേഷം നമുക്ക് വരുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതിനുശേഷമാണ് നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഇനി നമ്മൾ റിലാക്സേഷന് വേണ്ടി EWS സർട്ടിഫിക്കറ്റ്സോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സോ അതെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നമുക്ക് വേണം. പിന്നെ മെഡിക്കൽ എക്സാമിനേഷനിൽ ഞാൻ സൂചിപ്പിച്ച പോലെ A1 സ്റ്റാൻഡേർഡിൽ നമ്മൾ ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 3 ലെവൽസിലാണ് നമുക്ക് എക്സാം വരുന്നത്. ഇനിയും CBT 1 എക്സാമിൽ നമുക്ക് മാർക്സ് മാത്തമാറ്റിക്സിൽ വരുന്നത് 20 മാർക്സാണ്, മെൻ്റൽ എബിലിറ്റി 25 മാർക്സ്, ജനറൽ സയൻസ് 20, ജനറൽ അവയർനെസ് 10 മാർക്സ്. ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 75 മാർക്സിനാണ് CBT 1 എക്സാം. ഇനി CBT 2 2 പാർട്സാണ്. പാർട്ട് എ നോൺ ടെക്നിക്കൽ, അതിൻ്റെ അകത്ത് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പിന്നെ നമുക്കിവിടെ 100 ക്വസ്റ്റിന് വേണ്ടി 90 മാർക്കാണ്. ഇനിയും പാർട്ട് ബിക്ക് അടുത്താണ് ടെക്നിക്കൽ ട്രേഡ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ബിടെക് കഴിഞ്ഞവരോ അല്ലെന്നുണ്ടെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ITI ഡിഫറെൻറ്റ് ട്രേഡ്സിൽ കഴിഞ്ഞവരായിരിക്കാം. അപ്പോൾ ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പാർട്ട് ബിക്കകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 75 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 60 മിനിറ്റ്സ് ആണ് ടൈം ഡ്യൂറേഷൻ. അപ്പോൾ ഇതൊരു ക്വാളിഫയിങ് ആയിട്ടുള്ള മാർക്സ് നമ്മൾ നേടിയാൽ മതിയാവും. നിയർലി നമ്മൾ 35% മാർക്സ് ഇതിൻ്റെ അകത്ത് നേടിയാൽ മതിയാവും. അപ്പോൾ അറൗണ്ട് ഒരു 26 മാർക്സ് ഔട്ട് ഓഫ് 75 ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നിങ്ങൾ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും. ഇപ്പോഴേ പാർട്ട് ബിയിലെ എക്സ്ട്രാ മാർക്സ് നേടിയത് കൊണ്ട് നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റിൽ അഡ്വാൻറ്റേജ് ഒന്നും വരത്തില്ല. ജസ്റ്റ് ഒരു ക്വാളിഫയിങ് മാർക്ക് മതിയായിരിക്കും. പാർട്ട് എയിലെ എക്സാംസിൻ്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത്. ഇപ്പോഴേ CBT 1 നിന്നും ക്വാളിഫൈ ആയ ആളുകളാണ് CBT 2 എഴുതുന്നത്. ഇപ്പോഴേ CBT 1 ഏകദേശം നമുക്ക് റിക്വയർമെൻറ്റിൻ്റെ ഒരു 15 ഇരട്ടി ആളുകൾക്കായിരിക്കും CBT 2 പ്രവേശിക്കാൻ സാധിക്കുന്നത്. CBT 2 ഏകദേശം ഒരു 8 ടൈംസ് ആളുകളെ ആയിരിക്കും CBAT വിടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതൊരു ടെക്നിക്കൽ റിലേറ്റഡ് എക്സാംസ് ആയിരുന്നാൽ തന്നെയും വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു നിയർലി ഒരു ചെറിയ മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്ത് ഒരു നല്ല ടെക്നിക്കൽ, ഒരു നല്ല പ്രൊഫൈൽ ജോബ് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാംസിനെ പറ്റിയൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ടെക്നിക്കൽ ട്രേഡുകൾ ITI, ഡിപ്ലോമ, ബിടെക് പൂർത്തിയാക്കിയവർക്ക് നല്ലൊരു അവസരമാണ്. നല്ലൊരു പ്രൊഫൈലുള്ള ഒരു ടെക്നിക്കൽ പോസ്റ്റ് ജോബാണ്. സാലറി സ്കെയിൽ കൊണ്ട് വളരെ അട്രാക്റ്റീവാണ്. ഇപ്പോൾ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. നമുക്ക് പല അലവൻസ് എല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം നിയർലി ഒരു 55-60,000 ഏൺ ചെയ്യുന്നവരാണ് മിക്ക ALPകളും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ക്വാളിഫയിങ് മാർക്ക് മേടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇനിയും നിങ്ങൾക്ക് കാര്യമായിട്ട് ഈ എക്സാം അപ്ലൈ ചെയ്യുന്നവർക്ക് എഡ്ജുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും കാര്യമായിട്ട് എന്താണ് നിങ്ങളുടെ എഡ്ജ് എന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ RRB ALPയുടെ പുതിയ ഫോക്കസ് ബാച്ച് ആരംഭിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിത് നടത്തിയപ്പോൾ വളരെ വിജയകരമായിട്ട് നമുക്കൊരു നല്ല ശതമാനം സ്റ്റുഡൻസിനെ CBT 1 ക്വാളിഫൈ ചെയ്ത് CBT 2 എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ ഏണസ്റ്റ് അക്കാഡമി, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ ഒരു 5 വർഷമായിട്ട് നമ്മൾ കോഴ്സുകൾ നടത്തി വരികയാണ്. അപ്പോൾ ITI മുതൽ ഡിപ്ലോമ, ബിടെക്, MTech ക്വാളിഫിക്കേഷനുള്ള പല എക്സാമുകളും കേരള PSCയും സെൻട്രൽ ലെവലിലും SSCയും RRB ഒക്കെ ബേസ് ചെയ്ത് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു നല്ല ഒരു ഫാക്കൽറ്റി നിര നമുക്കുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ നടത്തിയ കോഴ്സുകൾ പബ്ലിഷ് ചെയ്ത സമയത്ത് നമ്മൾ നേടിയ
ഒരു റാങ്കിൻ്റെ പട്ടികയിൽ നമ്മുടെ ഒരു വിജയം, നമ്മുടെ പ്രസൻസ് വളരെ വലുതായിരുന്നു. റാങ്ക് പട്ടികയിലൊക്കെ മിക്ക റാങ്ക് ലിസ്റ്റുകളിലും ഒക്കെ ടോപ്പ് റാങ്ക് ഇടങ്ങളിൽ നമുക്ക് ഇടം പിടിക്കാൻ സാധിച്ചു. ഒപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. ഇതേപോലുള്ള വിജയം നിങ്ങൾക്ക് നമ്മളോടൊപ്പം ആവർത്തിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വേഗം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സ്വപ്ന ജോലി നേടുക. നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാൻ റെഡിയാണ്. പിന്നെ ഈ പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഒപ്പം ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള വെബിനാറും കുറേ സക്സസ് സ്റ്റോറീസും നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.